എടാ, ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന്. ഇപ്പം നിനക്കെല്ലാം ആയി, പക്ഷെ മുമ്പ് എങ്ങനെ ആയിരുന്നു? ആരാ നിന്നെ ഇത്രത്തോളം എത്തിച്ചത്? നിന്നെ ഉയർത്തിയതാരാ? കർത്താവാണ്. നീ ചെയ്യുന്നൊരു ദാനധർമ്മം, നീ ചെയ്യുന്നൊരു നന്മ ഇവിടെ ആര് കണ്ടില്ലെങ്കിലും സ്വർഗം കാണാതിരിക്കില്ല. എനിക്ക് നൽകാനാവതില്ല, എൻ്റെ ഒന്നും ഇല്ല, അങ്ങനെ പറയുന്നവരോട് പറയാനുള്ളത്, അതായത് ആയിട്ട് കൊടുക്കാനിരുന്നാൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും ആകത്തുമില്ല. ആഗ്രഹത്തോടെയാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നതിൻ്റെ അളവല്ല, നിന്റെ ആഗ്രഹമാണ് കർത്താവ് മാനിക്കുന്നത്. അതുകൊണ്ട് പറ്റുന്നത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം എന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞാൻ വെറുതെ കിട്ടിയതൊന്നും അല്ല. നമ്മൾ പറയത്തില്ലേ, മരം കുലുക്കിയതൊന്നും അല്ല ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അപ്പം ഞാൻ എൻ്റെത് എടുത്തിട്ട് അവന് കൊടുത്തിട്ട് ഞാൻ കഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. പൗലോസ്ലീഹ മാസ്റ്ററാണ്, ജീനിയസ് ആണ്. പൗലോസ്ലീഹ അതിന് മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ട് സാമ്പത്തിക മേഖലയിൽ, അവർക്ക് അവിടെ കുറവാണ്, അതെടുത്ത് അങ്ങോട്ട് അല്പം കൊടുക്കുക. അപ്പം അവർക്ക് ഒരുപക്ഷെ ഭാവിയിൽ സാമ്പത്തിക മേഖലയിൽ സമൃദ്ധി ഉണ്ടാകും, അന്ന് അവരത് നികത്തും, ഇവിടുത്തെ കുറവ് നികത്തും. അല്ലെങ്കിൽ അവർക്ക് ആത്മീയ മേഖലയിൽ ഇപ്പം തന്നെ സമൃദ്ധി ഉണ്ടായിരിക്കും, നമുക്കത് കുറവായിരിക്കും. അപ്പം അവരുടെ പ്രാർത്ഥനയുടെ മെച്ചം നിങ്ങളിലേക്ക് എത്തുകയും അത് ബാലൻസ് ചെയ്യപ്പെടുകയും അങ്ങനെ സമത്വം ഉണ്ടാകുകയും ചെയ്യും. ഒത്തിരി സൂക്ഷിച്ചു വെച്ചവന് ഒന്നുമില്ലെന്ന് കരുതിയവന് ഒരു കുറവും ഉണ്ടായില്ല. പിതാവ് കാണുന്നുണ്ട്, അത് മതി. മിശിഹായുടെ ശരീരത്തെ തൊടുകയാണ് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്ലസ് 364 ഞായറാഴ്ച എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവമായ സ്വാഗതം. മാർച്ച് 1 നോമ്പ് കാലം, 3-ാം ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2-ാം വായന തോബിത്ത് 12-ാം അധ്യായം 6 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം 2 കൊരിന്തോസ് 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും. സുവിശേഷം മത്തായി സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും. ഞായറാഴ്ചകളിൽ ബ്ലസ് 364 ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അറിയിച്ചായിരുന്നു. എല്ലാ ദിവസത്തെയും ഉള്ളത് നമ്മൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. നമുക്ക് മാർഗം സീരീസ് പോയിക്കൊണ്ടിരിക്കുന്ന നോമ്പുകാല ധ്യാനം, അതുകൂടാതെ മാർഗത്തിൻ്റെ തന്നെ സ്പെഷ്യൽ എപ്പിസോഡ്സ് എല്ലാ വെള്ളിയാഴ്ചകളിലും വരുന്നു. അതും കൂടാതെ നമ്മുടെ യൗസേ പിതാവിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു. രാവിലത്തെ മോർണിംഗ് ബ്ലെസ്സിങ് 5:30 AM ബ്ലെസ്സിങ് പ്രെയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെ നിങ്ങൾ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ആൽബ് ആസ്ക് ലേൺ ആൻഡ് ബിലീവിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് കുമ്പസാരത്തെക്കുറിച്ചുള്ളത് നടന്നു. ഓസ്ട്രേലിയയിലാണെന്ന് നിങ്ങൾക്കറിയാം. ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഇന്നത്തെ 4 വായനകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന മെയിൻ ത്രെഡ് എന്തെന്നറിയാമോ? വളരെ പ്രകാശമുള്ള ഒരു സത്യത്തെ ചുറ്റിയാണ് ഈ 4 വായനകൾ കിടക്കുന്നത്. എ ലൂമിനസ് ട്രൂത്ത്, പ്രകാശം ചൊരിയുന്ന ഒരു സത്യത്തിൻ്റെ ചുറ്റുമാണ് ഈ 4 വായനകൾ. എന്താ അത്? God has been generous to you, therefore become generous. ദൈവം നിന്നോട് ഉദാരമതി ആയിരുന്നതുപോലെ, ദൈവം നിനക്കേറെ തന്നതുപോലെ നീയും ഉദാരമതിയാകുക, ഏറെ നൽകുക എന്നതാണ് ഈ 4 വായനകളെയും കണക്ട് ചെയ്യുന്ന ത്രെഡ്. ക്രിസ്തീയ പുണ്യ പ്രവർത്തികൾ, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം നമ്മൾ ഈ വെള്ളിയാഴ്ചകളിലൊക്കെ പഠിച്ചു വന്നതായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസത്തെക്കുറിച്ച് പഠിച്ചു, ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച പഠിച്ചു. വരുന്ന വെള്ളിയാഴ്ച നമ്മൾ ദാനധർമ്മത്തെക്കുറിച്ച് പഠിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് തന്നെയാണ് ഇന്നത്തെ 4 വായനകളിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ആർ മിയർ സ്പിരിച്വൽ എക്സസൈസസ്. ആത്മീയ അഭ്യാസങ്ങൾ മാത്രമായി അതിനെ ചുരുക്കിക്കളയരുത്, മറിച്ച് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മേഴ്സിഫുൾ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ഈ പുണ്യപ്രവർത്തികളിലൂടെ. ഇതൊക്കെയാണ് ഈ ഇന്നത്തെ 4 വായനകളിലെ മെയിൻ ത്രസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വായനകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം. ഇന്നത്തെ 4 വായനകളിലെയും മെയിൻ ഫോക്കസ് ദാനധർമ്മമാണ് കേട്ടോ. മറ്റുള്ളവർക്ക് നീ പങ്കുവയ്ക്കണം. അപ്പോൾ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തനത്തിലും തോപ്പിത്തിലും മറ്റുള്ളവർക്ക് നീ എന്തുകൊണ്ട് പങ്കുവയ്ക്കണം, എന്ത് കാരണത്താൽ, അത് വിശദീകരിച്ച് തരുന്നുണ്ട്. ലേഖനത്തിൽ
പൗലോസ്ലിഹ എന്ന ഒന്നാം തരം പിരിവുകാരൻ അച്ഛനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം, ഞങ്ങൾ അച്ഛന്മാർ പിരിവുകാരാന്നൊക്കെ നിങ്ങൾക്ക് ആരോപണമുണ്ട്. പക്ഷേ ഭയങ്കര ചമ്മലോടുകൂടിയാണ് ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പണമൊക്കെ ചോദിക്കുന്നത്, പിരിവൊക്കെ നടത്താതെ മാർഗമില്ല. അത് സഭയ്ക്ക് വേണ്ടി, പൊതു ആവശ്യത്തിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ഞാൻ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ഒന്നും കൂടെ ശ്രദ്ധയോടെ വായിച്ചപ്പോഴാണ് എന്ത് ഭംഗിയായിട്ടാണ് പൗലോസ്ലിഹ പിരിവിൻ്റെ അറിയിപ്പ് കൊടുത്തതെന്ന് ലേഖനത്തിൽ കാണാൻ പറ്റും. എന്നിട്ട് ഒടുക്കം നമ്മൾ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ദാനധർമ്മത്തിൻ്റെ ആത്മാവ് എന്തായിരിക്കണമെന്ന് ഈശോ തന്നെ പഠിപ്പിച്ചു തരുന്നു. 4 വായനകളിലും അതാണ്. തുടങ്ങാം നമുക്ക്. നിയമാവർത്തന പുസ്തകം എടുക്കാം. ഒന്നാമത്തത് നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ സഹോദരനെ പരിഗണിക്കേണ്ടത്. കുറേ വാക്കുകൾ. ഒരു സഹോദരൻ നിൻ്റെ പട്ടണത്തിൽ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയം കഠിനമാക്കരുത്, സഹായം നിരസിക്കരുത്, അവൻ ആവശ്യമുള്ളത് എന്ത് തന്നെ ആയാലും ഉദാരമായി വായ്പ കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. ഇനി കൊടുക്കാതൊക്കെ ഇരുന്നാൽ നിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന ഒരാൾ, നിൻ്റെ പരിസരത്തുള്ള ഒരാൾ ആവശ്യക്കാരൻ, അവനെ നീ പരിഗണിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അതാണ് നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യം. കൊടുക്കാതിരിക്കരുത്. അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിനക്ക് നൽകാൻ ആവതുണ്ടായിരിക്കെ അവരൻ്റെ ആവശ്യങ്ങളോട് നീ മുഖം തിരിച്ചു കളഞ്ഞാൽ അവൻ നിനക്കെതിരായി ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും അത് നിനക്ക് പാപമായി ചെയ്യാതിരിക്കുകയും ചെയ്യാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിലവിളി ഉയരുവെന്ന് നീ ചെയ്യാതെ പോകുന്ന നന്മകൾ, നീ നൽകാതെ പോകുന്ന ദാനങ്ങൾ നിനക്കെതിരെയുള്ള നിലവിളിയായി മാറുമെന്ന് ഓർത്തേക്കണമെന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നീ ഇത് ചെയ്യണം? അതിൻ്റെ ഏറ്റവും നല്ല ഉത്തരം 15-ാമത്തെ വാക്യ. നിയമാവർത്തനം 15:15. എന്തുകൊണ്ട് നമുക്കുള്ളതിൻ്റെ പങ്ക് മറ്റുള്ളവർ കൊടുക്കണം? ഇതിലും നല്ലൊരു കാരണം പഠിപ്പിക്കാനില്ല. നിയമാവർത്തനം 15:15. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഈ കാര്യം കൽപ്പിക്കുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന്. സ്മരണ ഉണ്ടാകണം തിരുമേനി എന്നുള്ള സിനിമാ ഡയലോഗ് പോലെയാണ്. ഓർമ്മയുണ്ടായിരിക്കണം. ഇപ്പം നിനക്കെല്ലാം ആയി, പക്ഷെ മുമ്പ് എങ്ങനെ ആയിരുന്നു? ആരാ നിന്നെ ഇത്രത്തോളം എത്തിച്ചത്? നിന്നെ ഉയർത്തിയതാരാ? കർത്താവാണ്. ആ ഓർമ്മയാകണം. പൂർവകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം ഇന്ന് നന്മ ചെയ്യാൻ, മറ്റുള്ളവരോട് കരുണാപൂർവ്വം ഇടപെടാൻ നിനക്കുള്ള കാരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 2-ാമത്തെ വായന, തോബിത്തിൻ്റെ പുസ്തകം. നിങ്ങൾ ഇന്നത്തെ വായനകളെല്ലാം വായിക്കണം കേട്ടോ. സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, ഒരു അല്പം ജനറോസിറ്റി കാണിച്ചിട്ട് ഞാൻ പറയാറുണ്ട്, ഒരെണ്ണമെങ്കിലും വായിച്ചാൽ മതി, ഇതെങ്കിലും വായിക്കണമെന്നൊക്കെ പറയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ പറയൂല. ഇന്ന് നിങ്ങൾ 4 വായനയും വായിക്കണം. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇന്നത്തെ 4 വായനകളും വായിക്കുന്ന സമയം നിങ്ങൾക്ക് നഷ്ടമാകില്ല. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ചില വാക്യങ്ങൾ സുന്ദരമാണ്. അത് ഞാൻ പറയാം. രാജാവിൻ്റെ രഹസ്യം. തോബിത്തിൻ്റെ 12-ാം അധ്യായമാണ്. 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് ആവർത്തിച്ചു വരുന്ന 2-3 വട്ടം ആവർത്തിച്ചു വരുന്ന വാക്യം ഇങ്ങനെയാണ്: രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നിന്റെ നന്മകൾ കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് നല്ലതാണ്. ദാനധർമ്മത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നത് കേൾക്കണോ? സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. അടുത്തത്, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. ദാനധർമ്മം മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കും. നിന്റെ പാപങ്ങളെ അത് തുടച്ചു മാറ്റും. എന്നിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ റഫായേൽ മാലാഖ തന്നെ വെളിപ്പെടുത്തുകയാണ്. തന്നെ വെളിപ്പെടുത്തിയിട്ട് ചെയ്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് പിന്നീട് പറയുകയാണ്, നീ ചെയ്ത എഫേർട്ട്, നീ എടുത്ത എഫേർട്ട് എന്തോരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. തോബിത്തിനെയും മകൻ തോബിയാസിനെയും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ചെയ്തത് സ്വർഗത്തിൽ ഞാൻ എത്തിച്ചിട്ടുണ്ടെന്ന്. അതായത് നീ ചെയ്യുന്ന ദാനധർമ്മം, അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്: ഹിഡൻ ആക്ട്സ് ഓൺ എർത്ത് ആർ വിസിബിൾ ഇൻ ഹെവൻ. ഇവിടെ നീ രഹസ്യമായി ചെയ്യുന്നത്
സ്വർഗത്തിൻ്റെ കണ്ണിൽ പതിയുന്നുണ്ടെന്ന്. നീ ചെയ്യുന്നൊരു ദാനധർമ്മം, നീ ചെയ്യുന്നൊരു നന്മ ഇവിടെ ആര് കണ്ടില്ലെങ്കിലും സ്വർഗം കാണാതിരിക്കില്ല. സ്വർഗം നിന്റെ നന്മകൾ കാണുന്നുണ്ട്. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായിയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്ന റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിന് സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ. നിങ്ങളിവിടെ ചെയ്തതൊക്കെ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് റഫായേൽ പറയുകയാണ്. സ്വർഗം കാണുന്നുണ്ട്, സ്വർഗം കാണുന്നുണ്ട്. ഇനി നമുക്ക് ക്ലാസിക്കൽ നാമുഖത്തിൽ അല്പം വർണ്ണിച്ചു പറഞ്ഞ പൗലോസ്ലീഹായുടെ പിരിവിൻ്റെ അറിയിപ്പിലേക്ക് വരാം. പൗലോസ്ലീഹ അത് എത്ര വിദഗ്ധമായിട്ടാണ് 2 കോറിന്തോസ് 8-ാം അധ്യായം 2 കോറിന്തോസ് ഇത് ഓരോ വാക്യവും നമുക്ക് വായിച്ച്, ഇന്ന് ഞാൻ ഒത്തിരി വ്യാഖ്യാനം പറയുന്നതിനേക്കാൾ ആ ബൈബിളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്, വചനം വെച്ച് തന്നെ പറഞ്ഞു പോവുകയാണ്. പൗലോസ്ലീഹ പറയുന്ന കാര്യം 2 കോറിന്തോസ് 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. തുടങ്ങുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് പറയുകയാണ്, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി ഈശോയുടെ, അതാണ് ക്രിസ്റ്റോളജിക്കൽ ചാരിറ്റി. ക്രിസ്റ്റോളജിക്കൽ ചാരിറ്റിയാണ്. നമ്മൾക്ക് ഒറ്റ വായനയിൽ വായിക്കുമ്പോൾ കർത്താവ് എന്തോ ദരിദ്രനായി, അങ്ങനല്ലത്. ക്രിസ്റ്റോളജിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവൻ സമ്പന്നനായിരുന്നിട്ടും, എന്താണ് സമ്പത്ത്? സ്വർഗത്തിൻ്റെ മഹിമ പ്രതാപങ്ങളിൽ അവനായിരുന്നിട്ടും നിങ്ങളെ പ്രതി മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദരിദ്രനായി മനുഷ്യനായി അവതരിച്ച് പീഡാസഹനങ്ങളിലൂടെ, കഷ്ടാനുഭവങ്ങളിലൂടെ, മരണത്തിലൂടെ കടന്നുപോയി. അപ്പോൾ അതാണ് അവൻ്റെ ദാരിദ്ര്യാനുഭവം. സമ്പന്നൻ ദരിദ്രനായി. എന്തിനാ ദരിദ്രനായത്? തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. അപ്പോൾ ഈശോ കടന്നുപോയ കഷ്ടാനുഭവങ്ങളുടെ മേന്മയാൽ നമ്മൾ സമ്പന്നരാകും. നമ്മളെവിടെ എത്തും? സ്വർഗത്തിലെത്തും. കണ്ട് ഒറ്റ വരിയിൽ പൗലോസ്ലീഹ ദ ഹോൾ ക്രിസ്റ്റോളജിയാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്താ അത്? അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. എന്നിട്ട് പിന്നീട് താഴോട്ട് വരികയാണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ചു തരുന്നതാണല്ലോ, കഴിഞ്ഞ പൊതുയോഗത്തിൽ, കഴിഞ്ഞ പാരീഷ് കൗൺസിലിൽ പറഞ്ഞ 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു വരുന്ന കോണ്ടെക്സ്റ്റ് ജെറുസലേമിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പിരിവെടുക്കുകയാണ് പൗലോസ്ലീഹ. അപ്പോൾ നേരത്തെ ആലോചിച്ചായിരുന്നു, സമ്മതമൊക്കെ പറഞ്ഞു, എല്ലാവരും തംസപ്പൊക്കെ ഇട്ടു, പക്ഷെ വരുന്നില്ല, കാശ് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, 11-ാമത്തെ വാക്യം 2 കോറിന്തോസ് 8:11, നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും കാണിക്കുവിൻ. അന്ന് നമ്മളെല്ലാവരും കൂടെ പറഞ്ഞില്ല, അയ്യോ അവരെ സഹായിക്കണം, അവർ കഷ്ടപ്പെടുക എന്നൊക്കെ പറയും. ആഗ്രഹത്താൽ സന്നദ്ധത, ആ സന്നദ്ധത പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ പൗലോസ്ലീഹ പറയുന്നു. എന്നിട്ട് പറയുന്നു, താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവിൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. എനിക്ക് നൽകാനാവതില്ല, എൻ്റെ ഒന്നും ഇല്ല, അങ്ങനെ പറയുന്നവരോട് പറയാനുള്ളത്, അതായത് ആയിട്ട് കൊടുക്കാനിരുന്നാൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും ആകത്തുമില്ല. കഴിവില്ലായ്മ കണക്കിലാക്കേണ്ടെന്ന്. ആഗ്രഹത്തോടെയാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നതിൻ്റെ അളവല്ല, നിൻ്റെ ആഗ്രഹമാണ് കർത്താവ് മാനിക്കുന്നത്. അതുകൊണ്ട് പറ്റുന്നത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം എന്ന്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നുവേ, ചിലരിങ്ങനെ പാവങ്ങളെ സഹായിക്കണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഞാൻ വെറുതെ കിട്ടിയതൊന്നും അല്ല. നമ്മൾ പറയത്തില്ലേ, മരം കുലുക്കിയതൊന്നും അല്ല, ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അപ്പം ഞാൻ എൻ്റെത് എടുത്തിട്ട് അവന് കൊടുത്തിട്ട് ഞാൻ കഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. പൗലോസ്ലീഹ മാസ്റ്ററാണ്, ജീനിയസാണ്. പൗലോസ്ലീഹ അതിന് മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നിങ്ങളോട് ഞാൻ പിരിവ് ചോദിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അവർ കഷ്ടപ്പെടരുതെന്നും അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയാമോ? അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന്, അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന്, നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ട് സാമ്പത്തിക മേഖലയിൽ, അവർക്ക് അവിടെ കുറവാണ്, അതെടുത്ത് അങ്ങോട്ട് അല്പം കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഭാവിയിൽ സാമ്പത്തിക മേഖലയിൽ സമൃദ്ധി ഉണ്ടാകും, അന്ന്
അവരത് നികത്തും, ഇവിടുത്തെ കുറവ് നികത്തും. അല്ലെങ്കിൽ അവർക്ക് ആത്മീയ മേഖലയിൽ ഇപ്പം തന്നെ സമൃദ്ധി ഉണ്ടായിരിക്കും, നമുക്കത് കുറവായിരിക്കും. അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ മെച്ചം നിങ്ങളിലേക്ക് എത്തുകയും അത് ബാലൻസ് ചെയ്യപ്പെടുകയും അങ്ങനെ സമത്വം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ അവസാനം പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, 15-ാമത്തെ വാക്യം: അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. ഒത്തിരി സൂക്ഷിച്ചു വെച്ചവന് ഒന്നുമില്ലെന്ന് കരുതിയവന് ഒരു കുറവും ഉണ്ടായില്ല. അതാണ് സഭ. ആർക്കും ഒരു കുറവുണ്ടാകാതെ പരസ്പരം സമത്വത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ് സഭ. നമ്മൾ നൽകുന്നത്. അപ്പോൾ പൗലോസ്ലീഹ എങ്ങനെ അത് കൊണ്ടുവന്ന് നോക്കിക്കേ. ക്രിസ്റ്റോളജിയിലാണ് ആരംഭിച്ചത്, മിശിഹാവിജ്ഞാനീയത്തിൽ ആരംഭിച്ച് അത് സഭയുടെ അനുദിന വ്യാപാരങ്ങളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം വി ഗിവ് ബിക്കോസ് ഹീ ഗേവ് ഹിംസെൽഫ്. നമ്മൾ നൽകുന്നു, നമ്മൾ നൽകണം. എന്താ കാരണം? അവനെ തന്നെ നൽകിയതാണെന്ന്. ആര്? ഈശോ. വി ഗീവ് ബിക്കോസ് ഹീ ഗേവ് ഹിംസെൽഫ്. നമ്മൾ നൽകുന്നു കാരണം അവനെ തന്നെ നൽകി നമുക്ക് തന്നതാണ്, കാണിച്ചതാണ് എന്ന് ഓർക്കണം. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ സെർമൺ ഓൺ ദ മൗണ്ട്, മലയിലെ പ്രസംഗത്തിൽ, ഈ ക്രിസ്തീയ പുണ്യപ്രവർത്തികളെക്കുറിച്ച് ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്കത് വളരെ പരിചിതമായതാണ്. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എക്സിബിഷനിസം വേണ്ട, ഷോ ഓഫ് വേണ്ട, നാട്ടുകാർ കണ്ടു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഗുണം പോയി. അത് രഹസ്യത്തിൽ ചെയ്യണം, ഒതുക്കത്തിൽ പറ്റുന്നതൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സോഷ്യൽ വിസിബിലിറ്റിയേക്കാൾ ഫീലിയൽ ഇൻറ്റിമസി, സമൂഹം കാണണമെന്നല്ല, മറിച്ച് ഈ പ്രവൃത്തി എന്തിനാണ് ചെയ്യുന്നത്? എൻ്റെ അപ്പായുമായുള്ള എൻ്റെ ബന്ധം, ഫീലിയൽ ഇൻറ്റിമസിയുടെ വിഷയമാണത്. ദൈവസ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത്. എക്സ്റ്റേണൽ റിലീജിയോസിറ്റിയേക്കാൾ, ഈ ബാഹ്യ മതാത്മകതയേക്കാൾ ആന്തരിക ബന്ധം കർത്താവുമായിട്ട്, ആ ബന്ധമാണ് എന്നെക്കൊണ്ട് ഈ നന്മ ചെയ്യിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നന്മയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല, ദാനധർമ്മമൊക്കെ ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ ഇല്ല. നമുക്ക് ആരെങ്കിലും ഒരു 2 നല്ല വാക്ക് പറഞ്ഞാലാണ് നമുക്കൊരു സന്തോഷം. ചിലപ്പോൾ ആ അപകടം പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഒറ്റ സെൻറ്റൻസ് ഓർത്തേക്കണം: ദ ഫാദർ സീസ്, ദാറ്റ് ഈസ് ഇനഫ്. ദ ഫാദർ സീസ്, ദാറ്റ് ഈസ് ഇനഫ്. പിതാവ് കാണുന്നുണ്ട്, അത് മതി. പിതാവ് കാണുന്നുണ്ട്, അത് മതി എന്ന് ചിന്തിക്കാൻ കഴിയണം. അതായത് ഈ ദാനധർമ്മം എന്ന് പറയുന്നത് പണത്തെ സംബന്ധിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ബട്ട് ബിക്കമിങ് ലൈക്ക് ഗോഡ്. ദൈവ സ്വഭാവത്തിൽ നമ്മൾ പങ്കുപറ്റുകയാണ് ദാനധർമ്മം ചെയ്യുമ്പോൾ. കാരണം കർത്താവിൻ്റെ സ്വഭാവമാണ് നൽകുക എന്നത്. നൽകി 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 ഏകജാതനെ നൽകിയ പിതാവിൻ്റെ സ്നേഹമാണ് നൽകാൻ നമ്മളെ നിർബന്ധിക്കേണ്ടതെന്ന് തിരിച്ചറിയണം. പിതാക്കന്മാർ പറയുന്നത്, പ്രത്യേകിച്ച് ജോൺ ക്രിസോസ്റ്റോം പിതാവ് പറയുന്നൊരു വാക്യമുണ്ട്: ഇഫ് യു കനോട്ട് ഫൈൻഡ് ക്രൈസ്റ്റ് ഇൻ ദ ബെഗർ അറ്റ് ദ ചർച്ച് ഡോർ, then you will not find him in the chalice. ദേവാലയ കവാടത്തിൽ കിടക്കുന്ന യാചകനിൽ മിശിഹായെ കാണാത്തവൻ ആ കാസയിലും മിശിഹായെ കാണില്ല. ദേവാലയ കവാടത്തിൽ കിടക്കുന്ന യാചകനിൽ മിശിഹായെ കാണാൻ നിനക്ക് കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ അവിടെ ഉയർത്തപ്പെടുന്ന കാസയിലും നീ മിശിഹായെ കാണാൻ പോകുന്നില്ല. അഗസ്റ്റിനോസ് പറയുന്നു, ഗിവ് വാട്ട് യു ഹാവ് റിസീവ്ഡ്. നീ സ്വീകരിച്ചത് കൊടുക്ക്. ആൻഡ് യു വിൽ റിസീവ് വാട്ട് യു ഹാവ് ഗിവൺ. നീ കൊടുത്തത് നീ സ്വീകരിക്കും. നീ സ്വീകരിച്ചത് ഒത്തിരി കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയതിൻ്റെ ഒരു പങ്ക് കൊടുക്ക്. നീ കൊടുത്തത് തിരിച്ചു നിന്നിലേക്ക് തന്നെ കർത്താവ് എത്തിക്കും. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ പഠിപ്പേരിൽ ആംസ് ഗീവിങ്, ദാനധർമ്മത്തെ കരുണയുടെ വലിയ പ്രവൃത്തിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, CCC 2447. അതുകൊണ്ട് ആ ദാനധർമ്മത്തിൻ്റെ ശീലം നമുക്ക് ഉണ്ടാകട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: ആംസ് ഗീവിങ് ഇസ് ടച്ചിങ് ദ ഫ്ലഷ് ഓഫ് ക്രൈസ്റ്റ്. മിശിഹായുടെ ശരീരത്തെ തൊടുകയാണ് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ. ആംസ് ഗീവിങ് ഇസ് ടച്ചിങ് ദ ഫ്ലഷ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ശരീരത്തെ, ദേഹത്തെ നീ തൊടുന്ന ശുശ്രൂഷയാണ് ദാനധർമ്മമെന്ന് ഓർക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ വിചാരത്തോടെ നമ്മൾ ഈ 4 വായനകളെ കണക്ട് ചെയ്യുകയായിരുന്നു. ദാനധർമ്മമായിരുന്നു അതിൻ്റെ മെയിൻ തീം. ഈ വായനകളെ ധ്യാനിച്ച് കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച ദിവസം ഏറ്റവും പരിശുദ്ധമായി ആചരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഫീഡ് മൈ ഷീപ്പിൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ടീം അംഗങ്ങളെ, നമ്മുടെ സപ്പോർട്ടേഴ്സിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, പൂർവ്വകാലത്ത് നീ ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്ത് നിന്നിൽ നേരെ സ്വീകരിച്ച് ഞങ്ങൾ
ഞങ്ങളെ കൊണ്ടാകുന്നത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, ദാനധർമ്മത്തിൻ്റെ ശൈലി സ്വീകരിക്കാൻ, ഒരു നന്മയും സ്വർഗം കാണാതെ പോകുന്നില്ലെന്നുള്ള തിരിച്ചറിവിൽ നന്മ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.